ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് കയറ്റിയതാണ്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ കാർബേറ്റർ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതേപോലെ കാർബേറ്ററിനകത്ത് ഫുൾ അഴുക്ക് കയറി ബ്ലോക്ക് ആയിരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ് ചെറിയ പ്ലഗ് ഇട്ടായിരുന്നു. സ്കൂട്ടർ മോഡലിൻ്റെ പ്ലഗ് അല്ലായിരുന്നു അതൊന്ന് കിടന്നത്. പഴയ മോഡൽ ബൈക്കിന് തന്നെ പ്ലഗ് ആയിരുന്നു, ചെറിയ പ്ലഗ് ആയിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ആ പ്ലഗ് മാറ്റിയിട്ടിട്ടുണ്ട്. കാർബേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമുക്കിത് ഇരുന്നായിരുന്നത് കമ്പനി ഫിൽറ്റർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും അത് പുതിയ ഫിൽറ്റർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയപ്പോൾ നമുക്ക് അതിന് കുറച്ച് കംപ്ലയിൻസുകൾ, വണ്ടിക്ക് നല്ല രീതിയിലുള്ള വെട്ടൽ പാളിച്ച കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വണ്ടി നമ്മൾ ചെറിയൊരു ഗട്ടറി ചാടുന്നൊക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. ബ്രേക്ക് അത്ര കംഫർട്ട് അല്ലാത്ത രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 കംപ്ലയിൻസുകളാണ് മെയിനായിട്ട് നമുക്ക് തോന്നിയിരുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മൂവ്മെൻറ്റും ഉള്ള പാർട്സുകളെല്ലാം നമ്മൾ അഴിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമായിട്ട് വരുന്ന ഭാഗങ്ങൾ ഗ്രീസിങ് ഉണ്ട്. തേമാനുള്ള ഭാഗങ്ങൾ നമുക്ക് മാറ്റി പിടിപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് മെൻഷൻ ചെയ്ത് എത്ര ചിലവ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടാണ് നമ്മളതിൻ്റെ വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടി നമ്മൾ വണ്ടി കയറ്റിയേക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യാം. കമ്പനി ലൈനറൊന്നും അല്ല നമ്മൾ കിടക്കണേ, പക്ഷേ എന്നാൽ പോലും നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം അത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് എയർ അടിച്ച് ക്ലീനൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒന്ന് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു ചെറിയ ഓയിലിൻ്റെ നനവ് കാണുന്നുണ്ട്. അത് ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല എങ്കിൽ പോലും നമുക്ക് തൊട്ടടുത്ത ചിലപ്പോൾ ഒരു അടുത്ത സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഈ സൈഡ് ലീക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് നിലവിൽ കേട്ടോ. ഇപ്പം നിലവിൽ ഇവിടെ ലീക്കൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓയിൽ മയം കാണുന്നുണ്ട്, ഓയിലിൻ്റെ നനവ് കാണുന്നുണ്ട്. ആ ഗിയർ ബോക്സിലുള്ള ഓയിൽ അതിനകത്തേക്കൂടെ ഈ ഭാഗത്ത് ലീക്ക് തന്നെയാണ്. ഗിയർ ബോക്സിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 120 മില്ലി ഓയിലാണ്. ഞാൻ ആ ഓയിൽ മാറ്റാനായിട്ട് അഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ തീരെ മോശാവസ്ഥയിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ഈ ഗിയർ ബോക്സിൻ്റെ ഒന്നുപോലെ നമുക്ക് വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്തു പോവാം. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത കംപ്ലീറ്റ് കാണിച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ഒരു എസ്റ്റിമേറ്റിലൊന്നും ഞാൻ ഗിയർ ബോക്സ് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ വർക്കുകളാണ് പെടുന്നുള്ളൂ. ഇനി അതല്ല, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഗിയർ ബോക്സും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് അതും കൂടി ക്ലിയർ ചെയ്ത് പോകാം. ഏകദേശം നമുക്കൊരു 900 തുടങ്ങി 950 രൂപ അടുത്താണ് നമുക്കതിൻ്റെ ഗിയർ ബോക്സ് റിപ്പയറിങ്ങിന് വരാം. അതായത് അതിൻ്റെ ബെയറിങ്, ഓയിൽ സീൽ, ഗ്യാസ്കറ്റ്, ലേബർ കോസ്റ്റ് എല്ലാം അടക്കം വരുമ്പോൾ ഏകദേശം ഒരു 900 തുടങ്ങി 950 രൂപ അടുത്താണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ ആ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട്, ലീക്ക് കാണിച്ചിട്ട് ചെയ്താലും മതി. ലീക്ക് കാണിക്കുകയോ ബെയറിങ് കംപ്ലയിൻറ്റ് വരികയോ ചെയ്താലും മതി. പിന്നെ നമുക്കതിൻ്റെ ബാക്ക് ടയറിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അതിൻ്റെയാണ് വണ്ടിക്ക് നല്ലൊരു പാളിച്ച കാണിച്ചുകൊണ്ടിരുന്നത്. ഈ ടയറിൻ്റെയാണ്. ടയർ ഫുള്ളായിട്ട് തീർന്നേക്കണ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നൂല് കാണുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. നൂല് പുറത്ത് ഇങ്ങനെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ടയർ ചേഞ്ച് ചെയ്തിടാം. ടയർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ നമ്മൾ കൈയോടെ മാറ്റി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വണ്ടി കുറച്ചും കൂടി നമുക്ക് ഓടിക്കാനൊരു സ്മൂത്ത്നെസ് ഉണ്ടാവും. ഫ്രണ്ടിലെ ടയറും നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ബാക്കിൽ കിടക്കുമ്പോൾ അതങ്ങോട്ട് തീർന്നു പോകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലത് അതായിരിക്കും. പിന്നെ ആ ഗിയർ ബോക്സിൻ്റെ ഓയിൽ കേസ് ഞാൻ പറഞ്ഞു, ഗിയർ ബോക്സ് ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയക്കുന്നുണ്ട്. ക്ലച്ചിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, കംപ്ലയിൻസുകളുണ്ട്, തേമാനുള്ള പാർട്സുകളുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ സെൻറ്റർ പോർഷനൊക്കെ പൊട്ടിയിരിക്കുക. ഇതെപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് വഴിയിൽ കിടക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിടാവുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഈ പുള്ളി വീലുകളെല്ലാം തന്നെ ഡാമേജാണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ ഹോളൊക്കെ നല്ല രീതിയിൽ ഓവലായിട്ട് ആ പിന്നൊക്കെ നല്ല രീതിയിൽ തേമാനം കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും റൗണ്ട് ഹോൾ എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് ഒരു പിന്ന് ഇറങ്ങി പോകുന്ന റൗണ്ട് ഹോളാണ്, കറക്റ്റ് ഷേപ്പാണ്. പക്ഷേ ഇതും അതേപോലെ തന്നെയായിരുന്നു. പക്ഷേ തേമാനം വന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുന്നത്. ഈ പിന്നുകളാണ് തേമാനം വന്നേക്കാം. അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ വീലുകൾ അടക്കമാണ് നമുക്ക് ചെയ്യുന്നത്. ഈ വീലും ആ പിന്ന് റോളറും പിന്നൊക്കെ കൂടിയിട്ട് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ വേരിയേറ്റർ ബോഡിക്കും അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തന്നെ ഇവിടുത്തെ തേമാനം ടേപ്പർ തേമാനമാണ്. അപ്പോൾ വേരിയേറ്റർ ബോഡി ഇപ്പോൾ കൈയോടെ മാറ്റിയിടാണെങ്കിൽ നമുക്ക് ഈ അലുമിനിയം ബോഡി മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും. പിന്നെ ക്ലച്ച് ഔട്ടറൊക്കെ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിവിടെ നോക്കുമ്പോൾ 1-2 സ്ഥലങ്ങളിൽ പിടിച്ചാനായിട്ട് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ കയറി ടച്ചായിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് പോളിഷ് ചെയ്താൽ റീസെറ്റ് ചെയ്യേണ്ടത്. പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ക്ലച്ച് ഷൂ ബാക്കിലെ ബ്രേക്ക് ലൈനറൊക്കെ വന്ന പോലെ തന്നെ
നമുക്ക് വരുന്ന ഒരു പീസാണത്. ഇത് ഈ ലൈനർ പീസിൻ്റെ ഭാഗം തീർന്നിട്ട് ഈ അലുമിനിയം ബോഡി കയറിയിട്ട് ക്ലച്ച് ഔട്ടർ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ജറക്കിങ്ങും പ്രോബ്ലംസും ഉരച്ചിൽ സൗണ്ട് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ്. അപ്പോൾ നോക്കുമ്പോൾ അറിയാം ഈ ലൈനർ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇതിവിടെയും തീർന്നൊരവസ്ഥയിലേക്ക് ഇത് എത്ര കയറി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് ഷൂ അടക്കം മാറ്റിയിട്ട് വേണം നമ്മളത് റെഡിയാക്കാനായിട്ട്. ക്ലച്ച് ഷൂ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ ഈ ക്ലച്ച് ഔട്ടർ ഒന്നോലെ മാറ്റുകയോ അല്ലെങ്കിൽ പോളിഷ് ചെയ്ത് ഉപയോഗിക്കുകയോ വേണം. ഇപ്പോൾ നിലവിൽ നമുക്ക് പോളിഷ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം. അതേപോലെ ക്ലച്ചിനകത്ത് വരുന്ന ഈ വേരിയേറ്റർ ബോഡി മാറ്റാം. ഈ വീലുകൾ ചേഞ്ച് ചെയ്തിട്ടതിന് ശേഷം വേണം നമ്മൾ ബെൽറ്റ് ഇടാനായിട്ട്. അതല്ലെങ്കിൽ എന്തായാലും നമുക്ക് വലിയ താമസമില്ലാണ്ട് തന്നെ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻസിലേക്ക് വരും. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന വർക്കുകളെല്ലാം തന്നെ ജനറൽ സർവീസിൽ പെട്ടുപോകുന്ന വർക്കുകളാണ്. അപ്പോൾ അതിനകത്ത് ലേബർ ചാർജിലൊന്നും അഡീഷണൽ എമൗണ്ട് വരില്ല. ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ വരും. അതൊക്കെ ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ്. അത് ക്ലിയർ ചെയ്ത് പോകും. പിന്നെ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റാറുന്നതാണ്. അതിൻ്റെ ഹെഡിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ഓയിൽ നനവ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന് ഈ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്ത് വന്നതാണ്. അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ വേണം നമുക്കത് അഴിച്ച് ഗ്യാസ്കറ്റ് മാറ്റാൻ. കാരണം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തേക്ക് അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എന്തെങ്കിലും പെയിൻറ്റ് ടച്ചിങ് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ പെയിൻറ്റ് ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്യാവുന്നുള്ളൂ. ഫുള്ളായിട്ട് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ. കാരണം ഇതേപോലെയൊക്കെ അഴിക്കുമ്പോഴാണ് നമുക്ക് ആ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി സെറ്റാണ്, നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഭാഗങ്ങളാണ് വാഷ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇതേപോലെ അഴിക്കുമ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വാട്ടർ സർവീസ് നടക്കുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത്. ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് സ്പോഞ്ച് ടൈപ്പാണ്. അത് മൊത്തം പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 1-2 കംപ്ലയിൻസുകൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗട്ടർ ചാടുമ്പോഴൊക്കെ ചെറിയൊരു ഗട്ടർ ചാടിയാൽ പോലും നല്ല അടി കാണിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഈ ബുഷൊക്കെ ഫുള്ള് ചതഞ്ഞൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് പോയേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് മാത്രം ഒന്ന് മാറ്റിയിടാം. ലിങ്കിൻ്റെ ബുഷുകൾ നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഈ കമ്പൈൻഡ് ബ്രേക്കിംഗ് ഫ്രണ്ടിലെ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു കേബിൾ വന്നുണ്ട്. ആ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ കേബിൾ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് ബ്രേക്ക് ലൈനറും കൂടി ചേഞ്ച് ചെയ്യണം. ആ ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു എത്രയും വരെ കയറി നിൽക്കുക. അപ്പോൾ ലൈനർ തീർന്നേക്കണം. പിന്നെ പിന്നീട് നമ്മളതൊന്ന് ചിക്കുമ്പോൾ ഫ്രണ്ട് കയറി ജാമാവാനും ലോക്കായി ബ്രേക്ക് ജാമാവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടാം. അതൊരു സേഫ്റ്റിയുടെയും കൂടി ഭാഗമാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സെൽഫൊന്നും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. അതെനിക്ക് തോന്നുന്നു കുറേ നേരമൊക്കെ സെൽഫ് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഡാമേജ് വന്നതാവാം. നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.62 12.5 വോൾട്ട് ഉണ്ട് നമുക്ക് ശരിക്കും. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണമെങ്കിൽ കൂടി നമുക്ക് ബാറ്ററി ഒന്ന് അഴിച്ച് ഫുൾ ചാർജിൽ ഇടാം. അപ്പോൾ പുറത്തെടുത്ത് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് അടിച്ച് നോക്കാം. കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ ബാറ്ററി മാറ്റിയാലാണ് പ്രോപ്പറായിട്ട് സെൽഫ് വർക്കിംഗ് ആവുള്ളൂ. ബാറ്ററിയുടെ കേസ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാനൊന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്തിടാം. ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലയിൻസുകളും അതിൻ്റെ ഡാമേജുള്ള പാർട്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറയണത്. അതിനകത്ത് നമുക്ക് ബാക്ക് ടയറടക്കം ഉൾപ്പെടുത്തി ടയർ റൊട്ടേഷൻ അടക്കം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനകത്ത് നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ അഡീഷണൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് എല്ലാം തന്നെ വരാം. അതിനകത്ത് ഒരു കേബിൾ ചേഞ്ച് മാത്രമാണ് നമുക്ക് അഡീഷണൽ ലേബർ ചാർജിൽ വേരിയേഷൻ വരുള്ളൂ. ബാക്കിയത്തെ എല്ലാം തന്നെ ഒറ്റ ജനറൽ സർവീസിൻ്റെ ലേബറിൽ കഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്. അത് നമ്മൾ അഡീഷണൽ ഫസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന വർക്കാണ്. അപ്പോൾ അതിൻ്റെ അഡീഷണലായിട്ടാണ് സംഭവം വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ ക്ലീനിങ്ങും ജനറൽ സർവീസിൽ ഉൾപ്പെടുന്നതല്ല, അത് പുറമെ വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.